വയനാട്ടിൽ കടുവയുടെ ആശങ്കയാണെങ്കിൽ പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ കടുവ കെണിയിൽ വീണു. പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. നിരവധി വളർത്തുമൃഗങ്ങളെ നേരത്തെ കടുവ കൊന്നിരുന്നു. വിവരങ്ങളുമായി ശശി നാരായണൻ. ശശി, ഗുഡ് മോർണിംഗ്. വലിയൊരു ആശങ്കയ്ക്ക് തൽക്കാല വിരാമമായി എന്ന് പറയാമല്ലേ? ഹലോ. വലിയൊരു ആശങ്കയ്ക്ക് നാട്ടുകാരുടെ ആ ഭാഗത്തുള്ള നാട്ടുകാരുടെ ഒരു ആശങ്കയ്ക്ക് തൽക്കാലം പരിഹാരമായി എന്ന് പറയാമല്ലേ? തീർച്ചയായും അതാണ്. കാരണം അവിടെ ഈ കുറെ ദിവസങ്ങളായി ആ പ്രദേശത്ത് കുമ്പളത്താമണ്ണ് പ്രദേശത്ത് ഈ കടുവ ഇറങ്ങി ഈ വളർത്തുമൃഗങ്ങളെ അടക്കം പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രദേശവാസികളും വലിയ ആശങ്കയിലായിരുന്നു. നിരവധി പരാതികൾ നാട്ടുകാർ വനപാലകരെ അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിക്കുകയും ഈ കടുവ കുടുങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കന്നുകാലികളെയും ഒപ്പം അതുപോലെ തന്നെ ആട്, അതുപോലുള്ള വീട്ടിൽ വളർത്തുനായ തുടങ്ങിയൊക്കെ ഈ കടുവ ആക്രമിച്ച് ഇത്തരത്തിൽ കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രദേശവാസികൾ വലിയ ആശങ്ക. വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. അവിടെ ഈ വന്യമൃഗ ശല്യം രൂക്ഷമാണ്. അത് കടുവയായാലും പുലിയായാലും ആനയായാലും ഒക്കെ ഇറങ്ങുന്നൊരു മേഖല കൂടിയാണ് ഈ വടശ്ശേരിക്കര കുമ്പളത്താമണ്ണ് എന്ന് പറഞ്ഞാൽ മലയോര മേഖലയാണ്. അവിടെ ഈ ട്രാഫിക്കിലൊക്കെ രാവിലെ ആളുകൾ പോകുമ്പോൾ, തൊഴിൽ പോകുമ്പോൾ വളരെ ഭയത്തോടു കൂടിയാണ് പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ കടുവയുടെ ആക്രമണത്തിൽ വീട്ടിൽ വളർത്തിയ മൃഗങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ആശങ്കയിലായിരുന്നു പ്രദേശവാസികൾ. അങ്ങനെ വനംവകുപ്പ് പ്രദേശത്തെ പെട്രോളിംഗ് നടത്തുകയും പിന്നീട് കൂട് സ്ഥാപിക്കുകയും ചെയ്തു. ആ കൂട് സ്ഥാപിച്ചത് ആ കൂട്ടിലാണ് ഇപ്പോൾ കടുവ വീണിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ ഇപ്പോൾ ഉടൻ തന്നെ ഉണ്ടാവും. അവിടെ നിന്നും രാവിലെയാണ് കടുവ വീണ കാര്യങ്ങൾ വനപാലകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ നിന്നും കടുവയെ ഒരുപക്ഷെ ഗവി വനമേഖലയിലും കാണാം. ആ പ്രദേശത്താണ് സാധാരണ പിടികൂടുന്ന മൃഗങ്ങളെ കൊണ്ട് വിടുന്നത്. അവിടേക്കായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ കൊണ്ടുവിടാൻ സാധ്യതയുള്ളത്. വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിലാണ് കടുവ കെണിയിൽ വീണത്. പ്രദേശത്ത് സ്ഥാപിച്ച കൂട്ടിൽ കടുവ വീഴുകയായിരുന്നു. നേരത്തെ ആ ഭാഗത്തുള്ള ആളുകളെ ആശങ്കയിലാക്കി നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ വീണത്.